കൃഷ്ണ ഗുരുവായൂരപ്പാശനം ഹരികൃഷ്ണചന്ദ്രക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും തമ്മില് എന്താ ബന്ധമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഗുരുവായൂരമ്പലത്തില് ചൊവ്വാഴ്ചകളില് നമ്മുടെ ഭഗവാൻ അവിടെ ഉണ്ടാവില്ല എന്നൊക്കെ ഒരു ഖ്യാതിയുണ്ട്. അവ എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം അമ്പലത്തിനെ കുറിച്ചൊന്ന് അറിയാം. അതായത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പാർത്ഥസാരഥി സങ്കല്പത്തിലാണ് വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് അമ്പലപ്പുഴയിലേത്. ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് ഉള്ളവയാണ്. പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ കുലവർഷം 720 അമ്പലപ്പുഴയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതായത് 1545 അമ്പലപ്പുഴ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയാണ് മൂലം നാളിൽ ചമ്പക്കുളം പമ്പാ നദിയിൽ രാജപ്രമുഖൻ വെള്ളംകളി 1545 മുതൽക്ക് അരങ്ങേറ്റിയത്. ഉപദേവതകളായി ഈ അമ്പലത്തില് ശിവൻ, ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മീനമാസത്തിലെ തിരുവോണം ആറാട്ടായി 10 ദിവസം ഉത്സവവും അമ്പലപ്പുഴ ക്ഷേത്രത്തിലുണ്ട്. ഇവയിൽ 9-ാം ദിവസമാണ് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. കൂടാതെ അഷ്ടമിരോഹിണി, വിഷു എന്നീ വിശേഷങ്ങളും പ്രധാനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അമ്പലപ്പുഴയിലെ പ്രതിഷ്ഠയെക്കുറിച്ച് പറഞ്ഞുവല്ലോ. പാർത്ഥസാരഥിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വലത് കൈയില് ചമ്മട്ടിയും ഇടത് കൈയില് പാഞ്ചജന്യവുമായി നിൽക്കുന്ന ഈ പ്രതിഷ്ഠ വളരെ അപൂർവമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് നൽകിയ വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അമ്പലത്തിലെ ഐതിഹ്യത്തെ കുറിച്ച് നോക്കാം. വില്ലുമംഗലത്ത് സ്വാമിയാരാണ് ക്ഷേത്രത്തിന് സ്ഥാനം നിശ്ചയിച്ചതെന്നാണ് ഒരു ഐതിഹ്യം. ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് കർണാനന്ദകരമായ ഓടക്കുഴൽ നാദം കേട്ടിട്ട് രാജാവ് ചുറ്റുപാടും നോക്കി. എന്നാൽ ആ പ്രദേശത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും സ്വാമിയാർ രാജാവിനെ അറിയിച്ചു. അങ്ങനെയാണ് ആ ക്ഷേത്രം അവിടെ പണി ചെയ്യപ്പെട്ടതെന്നാണ് ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നത്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനും അമ്പലപ്പുഴയും തമ്മില് ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ടിപ്പു സുൽത്താൻ ഗുരുവായൂര് ആക്രമിക്കുമോ എന്ന് സംശയം തോന്നിയ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം ഊരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരിയും തന്ത്രിയും ശാന്തിക്കാരും കഴകക്കാരും ഒക്കെ കൂടി ഗുരുവായൂരപ്പ ഭഗവാന്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു. പഴയ ചെമ്പകശ്ശേരി രാജകൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തില് പ്രത്യേകം ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും പണി കഴിപ്പിച്ച് ഗുരുവായൂരപ്പ ഭഗവാനെ അവിടെ കുടിയിരുത്തി. ഇന്നും നാം അമ്പലപ്പുഴയില് ചെല്ലുകയാണെങ്കിൽ അകത്ത് ആ ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും എല്ലാം ഉണ്ട്. അവിടെ വിളക്കുവയ്പ്പും ഉണ്ട്. നമുക്ക് ഗുരുവായൂരപ്പ ഭഗവാനെ സങ്കല്പിച്ച് അവിടെ തൊഴുതിട്ട് വേണം മടങ്ങാനായിട്ട്. ഇനി കഥയിലേക്ക് വരാം. അതായത് അന്ന് ടിപ്പു സുൽത്താൻ സമീപത്തെ എല്ലാ ക്ഷേത്രങ്ങളും തകർത്തിട്ടും ഗുരുവായൂർ അമ്പലം മാത്രം തകർക്കാനായിട്ട് കഴിഞ്ഞില്ല. തുടർന്ന് ഗുരുവായൂരപ്പ ഭഗവാന്റെ വിഗ്രഹം ഗുരുവായൂരിലേക്ക് മടക്കി കൊണ്ടുപോയി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിക്ക് എന്നും നിവേദ്യമായിട്ട് പാൽപായസം ഉണ്ടല്ലോ. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ അവിടെ ഇരുന്നപ്പോഴ് ആ പാൽപായസം നന്നേ ഇഷ്ടപ്പെട്ടു പോയി. ഇന്നും അമ്പലപ്പുഴയില് പാൽപായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയില് ഒരു കൃഷ്ണപരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാം. അത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമായിട്ടാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത്. തന്മൂലം ഗുരുവായൂരില് ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ നടയടയ്ക്കുന്നതും അപ്രകാരമാണ്. ആയതിനാൽ അമ്പലപ്പുഴയില് പായസം പാകമായി പഞ്ചസാര ചേർക്കുന്നതിന് തൊട്ടു മുൻപ് പാചകം ചെയ്യുന്ന കീഴ്ശാന്തി വലിയ തിടപ്പള്ളിയുടെ കിഴക്കേ വാതിലിൽ നിന്ന് തെക്കോട്ട് തിരിഞ്ഞ് വാസുദേവ
എന്ന് 3 തവണ ഉറക്കെ വിളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഉച്ചപൂജയ്ക്ക് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനെ പായസം കഴിക്കാനായിട്ട് വിളിക്കുന്നതിന്റെ ഒരു ചടങ്ങാണിത്. ഗുരുവായൂരപ്പൻ ആ സമയത്ത് അമ്പലപ്പുഴയിൽ എന്നും എത്തുന്നു എന്നാണ് സങ്കല്പം. അതിനാൽ ഗുരുവായൂരപ്പ ഭഗവാൻ ചൊവ്വാഴ്ചകളിൽ മാത്രമല്ല എന്നും അമ്പലപ്പുഴയിലേക്ക് ഉച്ചപൂജ സമയത്ത് ചെല്ലാറുണ്ട്. അമ്പലപ്പുഴയിലെ പാൽപ്പായസം അത്രമേൽ ഇഷ്ടമാണ് നമ്മുടെ ഭഗവാന്. അമ്പലപ്പുഴ പാൽപ്പായസത്തിന് പറയുന്ന പേര് ഗോപാല കഷായം എന്നാണ്. പാൽപ്പായസത്തിന് തങ്ക നിറവും പ്രത്യേകമായ സുഗന്ധവും സ്വാദുമുണ്ട്. അപ്രകാരം പറയുകയാണെങ്കിൽ അമ്പലപ്പുഴയില് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനെയും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയെയും ഇവർക്കും തൊഴാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.